ഹായ് DJ ഫാമിലിയിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടാ. ഹായ്, ഇവിടെ ധ്രുവക്കുട്ടി ഉണ്ട് കൂടെ. ഇന്ന് ദുർഗയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. പിറന്നാൾ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഒന്നാം പിറന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല, ഇന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് പറ്റിയില്ല. അപ്പോൾ രണ്ടാം പിറന്നാൾ ചെറിയ രീതിയിൽ ചെയ്യാമെന്ന് വിളിച്ചു. അപ്പോൾ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. ദച്ചുവിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന അടുത്തുള്ളവർ, പിന്നെ നമ്മുടെ നമ്പേഴ്സ് അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ തുടങ്ങി. ഒരു 6 മണിക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയ രീതിയിൽ കേക്ക് മുറിച്ച് അങ്ങനെ, കാരണം ഇനിയും ഓരോ സാഹചര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 3-ാം പിറന്നാൾ 5-ാം പിറന്നാളൊന്നും കഴിക്കണ പോലെ ആവില്ല. 2-ാം പിറന്നാളും നമ്മൾ 2-ാം പിറന്നാൾ തന്നെ കഴിക്കണ്ടേ. പിന്നെ അന്നത്തെ സാഹചര്യം കൊണ്ട് പിന്നെ അന്ന് അതുപോലത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ സാധാരണ ചിലപ്പോൾ കമൻ്റ് അയക്കുകയായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർ പറയും എത്ര പറഞ്ഞാലും അച്ഛനും അമ്മയല്ലേ നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് അന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യായിരുന്നില്ലായിരുന്നു. പക്ഷെ അന്നൊന്നും പറ്റിയില്ലേ. അതെൻ്റെ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ രീതിയിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ധ്രുവക്കുട്ടിൻ്റെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ കാര്യമാണ് എനിക്ക് അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. സാമ്പത്തികമായിട്ട് നമ്മളാകെ തകർന്നു പോയത് ശരിക്കും ഇവളാവണേക്കാളും മുന്നേ മുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടുതൽ കിടക്കണില്ലേ, കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മളിനി കൂടുതൽ സംസാരിച്ചതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അതൊക്കെയാണ്. ദുർഗക്കുട്ടിയുടെ പിറന്നാളിൻ്റെ ഒരു ചെറിയൊരു ആഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ, അതായത് എനിക്കും തെച്ചുവിനും ഞാൻ നോക്കുമ്പോൾ ഒരു അച്ഛനമ്മ എന്നുള്ള നിലയ്ക്കൊരു ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വിളിച്ചവരൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദച്ചു അവിടെ ചെറിയ രീതിയിൽ പാചകം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദുർഗക്കുട്ടിക്ക് ഇപ്പം ഇന്ന് രാവിലെ മുതൽ പനി തുടങ്ങി. വലിയ സീരിയസ് ആയിട്ടുള്ള പനിയൊന്നുമില്ല, അത് ചെറിയ രീതിയിൽ പനിയും പിന്നെ ഭയങ്കര വാശി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്ര നേരം. അപ്പോൾ ഇപ്പം ഒന്ന് ചെറിയൊരു ഉഷാറായി വരുന്നുണ്ട്. എന്നാലും വാശിയായിരുന്നു ഇത്ര നേരം. ദുർഗക്കുട്ടിയെ ഉടുപ്പിട്ടുണ്ടോ നമുക്ക്? അപ്പോൾ ദച്ചോടെ എന്തൊക്കെ ചെയ്യണം, അമ്മയോടെ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ദുർഗക്കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി തന്നേരം വാശിയൊക്കെ ആയിരുന്നു എൻ്റെ ഇടയിൽ. അപ്പോൾ ഒന്ന് ചെറുതായൊരു ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അമ്മ അവിടെ എന്താ ചെയ്യണമെന്ന് നോക്കിയാലോ. അമ്മ അവിടെ എന്താ ചെയ്യണമെന്ന് നോക്കിയാലോ. എന്താ ചെയ്യണം അമ്മ? അമ്മ അവിടെ എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ. അവിടെ എന്താ ചെയ്യണത്? ദച്ചു ഇപ്പോൾ ചിക്കൻ വയ്ക്കണേൻ്റെ ഒരു ടെൻഷനിലാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ദച്ചു ഇത്ര ആൾക്കാർക്ക് വയ്ക്കണതില്ലേ, അതിൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ എന്തായി ദച്ചുമ്മ? കണ്ടാ സൂപ്പർ, മണം സൂപ്പർ, വന്നാൽ കറി സൂപ്പർ ആയിരിക്കും. മണം പൊട്ടയാണെങ്കിലോ കറി കൊളായി. അപ്പൊ എന്താ അവസ്ഥ ഇപ്പൊ? വരില്ലല്ലേ. അപ്പൊ ഞങ്ങളിത് ചെറിയ രീതിയിൽ ഇൻട്രോക്ക് എടുത്തു. അയ്യോ അവളിറങ്ങി. ദുർഗമ്മ എവിടേക്ക് പോണേ? അമ്മ അവിടെ ചെറിയ പണിയില്ലാണ് കേട്ടാ, വലിയ പണി. അമ്മക്കുട്ടി അമ്മ അവിടെ എന്താ ചെയ്യണേ? വാ. നമ്മളെ കുറ്റം പറയണൂടി അമ്മു, നമ്മളെ കുറ്റം പറയണട്ടാ, നമ്മളെ കുറ്റം പറയണതാ. എന്താമ്മോ കൂട്ടാ പഠിച്ചോട്ടാ. എന്തമ്മോ പിന്നൊരു സാധനം കൂടി പോയിട്ട് മേടിക്കാണ്ട്. അപ്പോൾ ഞാനത് പോയി മേടിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങളെന്നാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ഇപ്പം എന്തായി? അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വേഗം പോയി അത് വാങ്ങിയിട്ട് വരാം. എന്നിട്ട് അപ്പം ഞാൻ ധ്രുവക്കൂട്ടും പോയിട്ട് വരാം. എന്നാൽ ധ്രുവക്കൂട്ടം നമുക്ക് പോയാലോ? പൊന്നു വേണമെങ്കിൽ ആ ബനിയാന്ന് മാറിക്കാം. ചുമ വരുന്നു. നമുക്ക് അവിടെ പോയാലോ? അവിടെ പോയാലോ? അപ്പോൾ ഞാൻ അത് പോയി വാങ്ങിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് എടുക്കാം. ചിക്കൻ ഇവിടെ
സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ മസാല കൂടുതലിട്ടാൽ മതി. ഇത് ഇത്തിരി മറ്റേ മസാല ഇട്ടുണ്ട് ഓൾറെഡി. അവസാനം കുറച്ചും കൂടി ഇടും. ഹായ്, ഇവിടെ അച്ഛമ്മയും അമ്മയും കൂടിയിട്ട് ഇവിടെ എന്താ ചെയ്യണത്? ചിക്കൻ വെക്കണേണ്ട പ്രൊഫഷണൽ ആൾക്കാർ ചെയ്യണ പോലെയാണ് ദച്ച് ചെയ്തുകൊണ്ടിരിക്കണേ. അമ്മ അവിടെ ഇളക്കലോട് ഇളക്കൽ. കഴിച്ചു നോക്കിയാലല്ലേ നമ്മളിന്ന് ചെറിയ സ്റ്റൗവിലാണ് വെക്കണത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും വലിയ ഉരുളി ആയതുകൊണ്ട് അതുകൊണ്ട് താഴത്തെ വീഴാൻ ചാൻസ്. അപ്പോൾ ഈ നമ്മൾ ഇഞ്ചിയും അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ഇടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ലൊക്കെ സൈഡിൽ സപ്പോർട്ട് വെച്ചിട്ടൊക്കെയാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് സാഹസികമായിട്ടുള്ളൊരു ചിക്കൻ വയ്ക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടിടുന്നു. അങ്ങനെയാണ് മനുഷ്യരുടെ ധൈര്യം തരേണ്ടത്. സാഹസികമായിട്ട് നമുക്ക് എടുപ്പിക്കല്ലേ. എന്നാലേ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുള്ളൂ. നന്നാക്കണം എന്നുള്ള ചിന്ത വരും. ഓ, നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഓവർ കോൺഫിഡൻസ് വന്നല്ലോ, ഇച്ചിരി അഹങ്കാരം കയറി വരും. അപ്പൊ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ എന്തായാലും അടച്ചു വെക്കി. അപ്പൊ ഇനി ദച്ചു വന്നിട്ട് ഇനി ദുർഗനെ നോക്കിക്കോ. ദുർഗന്ന് വാശിയായ കാരണം എളുപ്പല്ല. ആ, എന്നാ അമ്മയുടെ കൂടെ പപ്പ മിഠായി തരാന്ന് പറഞ്ഞപ്പോ ഇത്ര നേരം എന്റെ കൂടെ തന്നെ ആയിരുന്നു. ആ, അപ്പൊ അച്ഛ പോയിട്ട് പോരാട്ടാ. അച്ഛക്ക് അയ്യോ അത് പോണില്ല. അച്ഛ പോണില്ല. എന്നുവെച്ചാ ഒരു സാരം മിഠായി തരാം. മിഠായി വേണോ അമ്മൂന്? മിഠായി തരട്ടെ. ആ കത്ര എടുത്തരുത് വെച്ചു. അപ്പോൾ ഇവിടെ മിഠായി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ ഒരു മിഠായി കൊടുത്തിട്ടുണ്ട്. രൂപ കൊണ്ടു തരുന്ന. അപ്പം ഞാൻ എന്താ വെച്ചു? ഓക്കെ. ആകെ ടറായിട്ട് നിൽക്കാണ്. കണ്ണേട്ടൻ ഡെക്കറേഷനിലാണ്. അമ്മുകുട്ടി ഇവിടെ ആകെ തിക്കും തിരക്കും തിരുവാതിരയിലാണ്. എന്താ ചെയ്യണ്ടേന്ന് ആകെ കൺഫ്യൂഷനാണ്. മൊത്തത്തിൽ കൺഫ്യൂഷൻ അല്ലേ കണ്ണേട്ടാ? കണ്ണേട്ടൻ്റെ സ്പെല്ലിങ്ങും തെറ്റിക്കരുത് കേട്ടാ. അപ്പോ വേഗം ഡെക്കറേഷൻ കഴിച്ചിട്ട് കെട്ടിത്തരാം. ദച്ചുവിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അതുപോലെ ദച്ചുവിന്റെ അച്ഛൻ്റെ പെങ്ങള്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ പെങ്ങളൊന്നും എത്തിയിട്ടില്ല കേട്ടാ. ഇനി പിന്നെ അതുപോലെ നൈബേഴ്സ് അതുപോലെ അവർക്ക് എത്തണുള്ളൂ. അപ്പോൾ ഇവിടെ ഇതെന്താ പരിപാടി? നാരങ്ങ വെള്ളം. അമ്മ ഇന്നിപ്പോൾ അത് 2 ചുരിദാറിലൊക്കെയാണല്ലോ. അപ്പം അതേ ദച്ചു വെള്ളം നാരങ്ങ വെള്ളം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ദച്ചു നാരങ്ങ വെള്ളം കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് ദച്ചു തന്നെ എല്ലാവരും പരിചയപ്പെടുത്തൂട്ടാ. ആരൊക്കെയാണ് എന്താണ് നമ്മുടെ വീഡിയോയിൽ ഫാമിലീസിനെ അധികം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഇന്ന് പരിചയപ്പെടുത്താൻ പോകണം അല്ലേ ദച്ചു? പിന്നെ വരിക്കില്ലേ? ദുർഗ എവിടെ? സുന്ദരി എവിടെ? സുന്ദരി എവിടെ? അതൊന്നും വേണ്ട. സുന്ദരി എവിടെ? സുന്ദരി. അപ്പൊ അപ്പൊ ഇവിടെ എല്ലാരും എത്തിയിട്ടുണ്ടാ. എല്ലാരും ചെഞ്ഞ ആൾക്കാർ എത്താണ്ട്. വേണ്ട അവൾക്ക് വേണ്ട.
വീഡിയോ എടുക്കണ കാരണം മറ്റേ ഇതിൽ പറഞ്ഞ പോലെ പതുക്കെ കുടിച്ച് ശ്രദ്ധിച്ച്. ഭയങ്കര ഡീസൻ്റ് ക്യാമറ അങ്ങനെ പോയി കഴിയുമ്പോ പിന്നെ നല്ല ഇതില് അപ്പൊ ഞങ്ങളിവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. രാശാരം വന്ന കാരണം അതേ ആളായിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണത്. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതെല്ലാം എഴുതി ബലൂണൊക്കെ വേർപ്പിച്ച്. അപ്പോൾ ഞാനും എന്താ നാരങ്ങ വെള്ളം കുടിക്കട്ടെ. തെച്ചത് വന്ന സമയത്ത് മാതിരി പറഞ്ഞോണ്ട് അതിനൊരു കോരുണ്ടാവും പറഞ്ഞിട്ട്. അതല്ല, അത് അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചിട്ട് അതിൽ ഊതാനുള്ള ഒരു സംഭവം ഉണ്ടായില്ലേ. അതെ, ധ്രുവക്കൂട്ടം എന്താ അവിടെ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയോ അതേട്ടാ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ചേട്ടൻ സന്ദീപേട്ടൻ, പിന്നെ അച്ഛൻ, അനിയത്തി, പിന്നെ ധന്യേച്ചി, അമ്മായി അവരാണ് അവിടെ ഇരിക്കണേ. അപ്പോൾ ഇത് ഇവർ തകൃതിയായിട്ട് ഡെക്കറേഷൻ്റെ ഈ ഒരു സാധനത്തിനകത്ത് മറ്റേ സ്ട്രോ ഉണ്ടായിരുന്നില്ല, സ്ട്രോ പോലത്തെ ഒരു സാധനമില്ല, അത് പൊട്ടിച്ചിട്ട് കുത്താളത് ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര പണിയായിരുന്നു ഇത് ചെയ്യാൻ. അങ്ങനെ ദേ അപ്പൂസ് വന്നിട്ടുണ്ട്. സന്ദീപേട്ടൻ്റെ മോനാണ് കേട്ടോ സാരംഗ്. അവന് അപ്പുറത്ത് ഓടി കളിക്കായിരുന്നു. അവൻ്റെ ക്രഷ് മേറ്റ് അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഓടിപ്പോയി കളിക്കായിരുന്നു. താങ്ക് യു പറഞ്ഞ എടുക്കും പൊക്കോ. അപ്പത്തേ മോള് നമ്മുടെ നൈബേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. രാശായനും അമ്മയും ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. നിശ്ചിത അവിടെ ഉണ്ട്. ഇനി ഒരു ഇനി ഒരു കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ എത്ര വർഷങ്ങളായില്ലേ ഒരു ചെറിയൊരു സെലിബ്രേഷൻ പോലെ വെച്ചിട്ടില്ലേ. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ചെറിയ രീതിയിൽ ദുർഗക്കുട്ടിയുടെ അതന്നെ, അതും ഒരു സന്തോഷം. ഇപ്പോൾ ഒരു ഇതെല്ലാവരും എത്തി. ദച്ചുൻ്റെ വീട്ടിൽ നിന്ന് ദച്ചുവിൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി, അളിയൻ, അതുപോലെ സന്ദീപേട്ടൻ, ഭാര്യ, കുട്ടി, അതുപോലെ അമ്മായി, അതുപോലെ നമ്മുടെ മുകളിലത്തെ നെയ്ബേഴ്സ് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അതേ അപ്പോൾ ഇനിയിപ്പോൾ അളിയൻ്റെ പെങ്ങൾ വരാണ്ട്, അതേപോലെ തന്നെ 2 ഫാമിലിയോട് വരാണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ കേക്ക് മുറിക്കുള്ള പരിപാടി. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിതേ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ്. കുറേ ക്യാമറയും ഇതൊക്കെ ഉള്ള കാരണം എവിടേക്കാണ് നോക്കണ്ടേന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. ദുർഗക്കുട്ടീനെ നോക്കിയിട്ട് 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അവളൊരു പൊടിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എൻ്റെ മേലേക്ക് ചാടി. അത് കഴിഞ്ഞപ്പോൾ മൊത്തം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കുറേ നാൾക്ക് ശേഷമല്ല ഇങ്ങനെ മീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും. ദുർഗക്കുട്ടനാണെങ്കിൽ അവിടെ കളിയുടെ തിരക്ക്. ദുർഗക്കുട്ടൻ്റെതായ ആൾക്കാർ കിട്ടിയ കാരണം അവന് ഓടി നടക്കും. അവനെ കാണാണ്ടായിരുന്നില്ല ശരിക്കും. ദുർഗക്കുട്ടി അതെ, ഒന്നില്ലെങ്കിൽ എൻ്റെ പിന്നാലെ അല്ലെങ്കിൽ കണ്ണേണ്ട പിന്നാലെ അങ്ങനെയായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് നെയ്ബേഴ്സ് വന്നിട്ടുണ്ട്. അവർ 2 ഉണ്ണിയോട് വന്നിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് പോയി. അപ്പോൾ ദുർഗക്കുട്ടി മേടിക്കണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതിനിപ്പോൾ കേക്കൊക്കെ തുറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കേക്കൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്തത്. കാരണം അധികം കളറൊന്നും ചെയ്യാണ്ട് എല്ലാവർക്കും കഴിക്കേണ്ടതല്ലേ. നമ്മൾ കാണാൻ ഭംഗി ഇച്ചിരി കുറഞ്ഞാലും കഴിക്കാൻ നല്ലതെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. പിന്നെ ദുർഗക്കുട്ടി എല്ലാ ഫ്ലേവറൊന്നും ചിലപ്പോൾ കഴിക്കില്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ സിമ്പിളായിട്ട് വൈറ്റ് ഫോറസ്റ്റ് മതി, വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യണ്ട, സിമ്പിളായിട്ടുള്ള പേര്. അപ്പോൾ ഒരു മാംഗോ ഫ്ലേവറിലാണ് പേര് ഇത് കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. നന്നായിരുന്നു കേട്ടോ. ദുർഗയുടെ കാര്യം കാരണം ഒന്നും പറയാൻ പറ്റില്ല. ലേറ്റ് ആയിട്ട് വന്ന എൻ്റെ പെങ്ങള്
അമ്മുകുട്ടി ഞാൻ അച്ഛനെടുക്കാം നിൽക്കണം Tap on the banner to save. ini mau temur itu udah nggak ada ini plate juga nggak di jalan. അപ്പോൾ അതേ സംഗീതേട്ടൻ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ സൈന്ദവിക്കുട്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ദുർഗക്കുട്ടിയുടെ അടുത്ത് വന്നിട്ട് അപ്പോൾ ദുർഗക്കുട്ടി കേക്ക് കിട്ടേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അതിന് അവൾ മേടിക്കാണ്ട് ഇങ്ങനെ മാറിയൊക്കെയായിരുന്നു കേട്ടോ. ഇതിനിടയിൽ വന്നവരൊക്കെ ഗിഫ്റ്റ് കൊടുത്തിരുന്നു. എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓരോ കാര്യത്തിന് അങ്ങോട്ട് മാറുന്ന കാരണം എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കേക്ക് കട്ടിങ്ങും കേക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളതേ ഫുഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫുഡ് മുഖ്യം മികില് ഫുഡിനെ വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഞാനും അമ്മയും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ പരിപാടി പതുക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഡൈനിങ് ടേബിൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 5-6 പേർക്ക് ഇരിക്കുന്ന രീതിയിൽ ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് 3 അളിയന്മാരാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിലൊരു അളിയനാണ് ഇവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അളിയൻ എന്ന് പറയുന്നത് രാജശേഖരൻ, അതായത് ദർശനയുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ആളാണ് ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ എല്ലാം കൊണ്ട് ഹെൽപ്പ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അതുപോലെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ പെങ്ങളുടെ അളിയൻ വന്നിട്ടില്ല. ആളെന്തോ പൂര കമ്മിറ്റിയുടെ എന്തോ തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് വന്നിട്ടില്ല ആള്. പിന്നെ അഭിഷേക്, അതായത് ദർശനയുടെ അനിയൻ, ഇവിടെ നോർത്തിലാണ്, അവൻ പഠിക്കുകയാണ്. അപ്പോൾ അവന് വരാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ലീവിന് വരുമ്പോഴാണ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും വിളിച്ചവരെല്ലാവരും എത്തി. ഒരുപാട് സന്തോഷം. വന്ന് ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും അതൊരു നല്ല രീതിയിൽ ആക്കി തന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം കേട്ടോ. എല്ലാവരും വന്നവരെല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ച് ഒപ്പത്തിൽ നിന്ന് ഒരുപാട് നേരം സംസാരിച്ചിട്ടൊക്കെയാണ് എല്ലാവരും പോയത്. അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരോടും കേട്ടോ. വന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം കേട്ടോ. അമ്മുക്കുട്ടി ഇവിടെ വന്നേട്ടാ. ചുട്ടി ഭക്ഷണം കഴിക്കണ്ടേ?
അപ്പോൾ എല്ലാവരും വന്നവരെല്ലാവരും പോയി. ഇപ്പോൾ നമ്മുടെ നൈബേഴ്സ് ആയിരുന്നു ലാസ്റ്റ് നമ്മുടെ കൂടെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് ഇപ്പോൾ കയറിപ്പോയുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ ഹാപ്പി ഉള്ളത് കൊണ്ട് ഓണമെന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടിയിട്ട് എല്ലാവർക്കും നല്ല ഫുഡാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? കുറേ നാളുകൾക്ക് ശേഷം ധ്രുവക്കൂട്ടൻ്റെ ശരിക്കും പറഞ്ഞ പിറന്നാളുകളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒന്നും ആഘോഷിച്ചിട്ടില്ല. ദുർഗയുടെ ഒരു പരിപാടി ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2ാം പിറന്നാളാണ് ആദ്യമായിട്ട് ചെറിയ രീതിയിൽ ആഘോഷിക്കണേ. അതും എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷം, ഹാപ്പി. അപ്പം എന്തായാലും ഇനി ദുർഗയ്ക്ക് കിട്ടിയുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അത് വേറെ ഒരു അൺബോക്സിങ് വേറെ ചെയ്യാം, വേറെ വീഡിയോ ചെയ്യാം. അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കട്ടെ അല്ലേ വെച്ചു. അപ്പോൾ ഞങ്ങൾ എന്തായാലും രണ്ടുപേരും കൂടിയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അമ്മയും പെങ്ങളുണ്ട്, അവർ കഴിച്ചു. അമ്മയും പെങ്ങളൊക്കെ കഴിച്ചു. ഇപ്പോൾ കുറച്ചടുത്ത് കഴിച്ചു വരുന്നവർ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ പതുക്കെ പോയിട്ട് കഴിക്കട്ടെ കേട്ടാ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം വെച്ചു. അപ്പോൾ ഒരു ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.